ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത മൈഗ്രേഷൻ എന്ന ഫാമിലി അഡ്വഞ്ചർ ഡ്രാമയാണ്. സാധാരണയായി പക്ഷികൾ ഭക്ഷണത്തിനോ പ്രജനനത്തിനോ കാലാവസ്ഥാ മാറ്റങ്ങൾ കണ്ടോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് മൈഗ്രേഷൻ അഥവാ ദേശാടനം എന്ന് പറയുന്നത്. അത്തരത്തിൽ ദേശാടനം ചെയ്യുന്നതിനിടയിൽ ഒരു താറാവിൻ കുടുംബം നേരിടുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. മല്ലാട്ട് വിഭാഗത്തിൽപ്പെട്ട താറാവുകളിൽ ആൺപക്ഷികൾക്ക് തലയിൽ പച്ച നിറവും പെൺപക്ഷികൾക്ക് കൂടുതലും തവിട്ട് നിറവുമാണ് ഉണ്ടാകുക. മാക്ക് എന്ന ആൺതാറാവാണ് ഈ കുടുംബത്തിലെ കുടുംബനാഥൻ. എല്ലാ കാര്യങ്ങളെയും ഭയക്കുന്ന, കുടുംബം സുരക്ഷിതമായിരിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു താറാവാണ് മാക്ക്. പാം മാക്കിന്റെ ഭാര്യയാണ്. വളരെ സ്നേഹമുള്ളവളും 2 കുട്ടികളുടെ അമ്മയുമാണ്. മകൻ ടാക്സ്, മകൾ കെൺ എന്നിവർ എപ്പോഴും കുസൃതികൾ കാണിച്ചുകൊണ്ടിരിക്കും. കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ദേശാടനം എന്നൊരു കാര്യമേ ഇല്ലെന്ന് മക്കളെ വിശ്വസിപ്പിച്ചാണ് മാക്ക് ജീവിക്കുന്നത്. എന്നാൽ കുട്ടികൾ ദേശാടനത്തെ കുറിച്ച് അറിയുമ്പോൾ ദേശാടനത്തിന് പോവാൻ ആഗ്രഹം പറയുന്നു. അമ്മയായ പാമും അവരെ പിന്തുണയ്ക്കുന്നു. തുടർന്ന് അവരുടെ യാത്രയിൽ കണ്ടുമുട്ടുന്ന മറ്റ് പക്ഷികൾ, മനുഷ്യർ, സംഭവങ്ങൾ എന്നിവയും കോമഡിയും വികാരവും സാഹസികതയും നിറഞ്ഞ ഒരു മൂവിയാണിത്. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. സിനിമയുടെ തുടക്കത്തിൽ മാക്ക് തന്റെ കുട്ടികളോട് ഒരു കഥ പറയുന്നു. പണ്ട് ഒരു കുളത്തിലെ 2 താറാവ് കുട്ടികൾ അച്ഛൻ പോകരുതെന്ന് പറഞ്ഞിട്ടും പുറത്തു പോയപ്പോൾ വേട്ടയാടുന്ന ഒരു ക്രൂരനായ പരുന്തിന്റെ കയ്യിൽ അകപ്പെടുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതും കുട്ടികൾ ഭയപ്പെടുന്നു. അത് കണ്ട പാം ഇത് തമാശയാണെന്നും പരുന്ത് കഴിക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾ അവിടെ എത്തിയെന്നും പറയുന്നു. എന്നാൽ മാക്ക് പറയുന്നു, അതിനിടയിൽ ആ ക്രൂരനായ പക്ഷി ചെറിയ കുട്ടിയെ ഞെരിച്ചു കൊന്നു. അതുകൊണ്ടാണ് ഈ കുളം വിട്ടു പോകരുതെന്ന് പറഞ്ഞത്. ഇതിനു പുറത്ത് ക്രൂരമായ പക്ഷികൾ മാത്രമല്ല, വിഷമുള്ള വേരുകളുമുണ്ട്. ഈ കുളം വിട്ടു പോകുന്നത് വലിയ അപകടമാണെന്ന് മാക്ക് കുട്ടികളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികൾ ഭയപ്പെടുന്നുണ്ടെന്ന് പാം പറഞ്ഞിട്ടും മാക്ക് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കുടുംബത്തിന്റെ സുരക്ഷയാണ് പ്രധാനമെന്ന് അദ്ദേഹം കരുതുന്നു. കുട്ടികളോടൊപ്പം കളിക്കുന്നതിലോ കുടുംബത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നതിലോ അദ്ദേഹം ഒരു കുറവും വരുത്തുന്നില്ല. ഒരു മികച്ച അച്ഛനായി കുടുംബത്തെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥ മാറ്റം വരുമ്പോഴും മറ്റൊരു സ്ഥലത്തേക്ക് ദേശാടനം ചെയ്യാതെ നിലവിലെ സ്ഥലം തന്നെ ഉപയോഗിക്കാൻ മാക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു കൂട്ടം ദേശാടന താറാവുകൾ വിശ്രമത്തിനായി അവരുടെ കുളത്തിൽ എത്തുന്നത്. പാമിന് അവരെ കണ്ടപ്പോൾ വളരെ സന്തോഷമാകുന്നു. അവരുമായി സംസാരിക്കാൻ മാക്കിന് താല്പര്യമില്ലെങ്കിലും പാം നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. കുട്ടികൾ നേരത്തെ തന്നെ പോയി അവരുമായി സംസാരിക്കുന്നു. ടാക്സ് അവിടെ കിം എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അവർ തണുപ്പുകാലം വരുന്നത് കൊണ്ട് തെക്ക് ദിശയിലേക്ക് പോവുകയാണെന്നും ഇവർക്ക് കൂടെ ചേരാമെന്നും പറയുന്നു. പോകുന്ന വഴിയിൽ നല്ല ഭക്ഷണം ഉണ്ടാകുമെന്നും കിം പറയുന്നു. കിമ്മിന്റെ അച്ഛനമ്മമാർ വന്ന്, ഞങ്ങൾ ജമൈക്കയിലേക്കാണ് പോകുന്നത്. അവിടെ കാണാൻ മനോഹരമാണ്. വെള്ളം സ്വർണം പോലെ തിളങ്ങും. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നോളൂ എന്ന് ക്ഷണിക്കുന്നു. പാം ആവേശം കൊണ്ട് ഞങ്ങളും വരാമെന്ന് പറയാനൊരുങ്ങുമ്പോൾ മാക്ക് ഇടയിൽ കയറി, ഞങ്ങൾ എങ്ങോട്ടും വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞു പോകുന്നു. അവർ പോയ ശേഷം പാം ദേശാടനം ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാക്ക് അത് നിരസിക്കുന്നു. ഇത് കാണുന്ന പാം, നിങ്ങൾ മാത്രമാണ് ഇവിടെ സന്തോഷത്തിലായിരിക്കുന്നത്. ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു ജീവിതത്തിനോട് താല്പര്യമില്ല. എനിക്ക് ലോകം ചുറ്റി സഞ്ചരിക്കണം. ഈ കുളം വിട്ടു പോകാൻ പേടിയുള്ളത് കൊണ്ട് നിങ്ങൾ ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. ഇത് സാഹസിക യാത്രയാണ്. ചില അപകടങ്ങൾ ഉണ്ടാകാം. പക്ഷേ കുട്ടികൾ ജീവിതം പഠിക്കണ്ടേ എന്ന് പറയുകയാണ്. അന്ന് രാത്രിയിൽ മാക്കിന്റെ അമ്മാവനായ ഡാൻ മാമ അവിടെ എത്തി. മാക്കിന്റെ സംഭാഷണങ്ങളെല്ലാം താൻ കേട്ടെന്ന് പറയുന്നു. അവർ പറയുന്നത് കേൾക്കണ്ട, എന്തിനാണ് യാത്ര ചെയ്യുന്നത്? ഇവിടെ ആവശ്യത്തിന് ഭക്ഷണമുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാൽ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെയും ഒറ്റയ്ക്കിരിക്കാൻ കഴിയും എന്ന് മാക്കിനോട് പറയുകയാണ്. ഡാൻ മാമ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്നും അയാളുടെ വാക്കുകൾ പിന്തുടർന്നാൽ തനിക്കും കുടുംബത്തെ നഷ്ടമാവുമെന്ന് മനസ്സിലാക്കിയ മാക്ക് ഭയം കാരണം ഉടൻ തന്നെ കുടുംബത്തെ വിളിച്ചുണർത്തി നമ്മളെല്ലാവരും ഒരുമിച്ച് ദേശാടനത്തിന് പോകുന്നു എന്ന് പറയുന്നു. ക്വൻ വളരെ മനോഹരമായി സംസാരിക്കുകയും ആദ്യം വരാൻ മടിച്ച ഡാൻമാമയെയും കൂടെ കൂട്ടാൻ സമ്മതിപ്പിക്കുന്നു. നേരം വെളുത്തതിനു ശേഷം അവരെല്ലാവരും ചേർന്ന് കുടുംബത്തോടെ ദേശാടനം ആരംഭിക്കുന്നു. ആദ്യമായി കുളം വിട്ട് പുറത്തു പോകുന്നതിന്റെ സന്തോഷം എല്ലാവർക്കുമുണ്ട്. എന്നാൽ മറ്റു പക്ഷികളെല്ലാം എതിർ ദിശയിലാണ് പോകുന്നത്. അതായത് ഇവർ തെറ്റായ ദിശയിലാണ് പോകുന്നത്. അടുത്ത ഷോട്ടിൽ അവർ ഭയങ്കരമായ മഴയിൽ കുടുങ്ങുകയും ഒരിടത്ത് അഭയം തേടുകയും ചെയ്യുന്നു. ആ സമയത്ത് താറാവുകളെ ഭക്ഷിക്കുന്ന ഒരു കൊക്ക് അവിടെ എത്തുകയും എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞവരെ കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു. അവന്റെ സംസാരം സാധാരണമാണെങ്കിലും അതിന്റെ നോട്ടവും വീടുമെല്ലാം വളരെ ഭയപ്പെടുത്തുന്നതാണ്. വീട്ടിൽ കൊക്കിന്റെ ഭർത്താവുമുണ്ട്. അവൻ കാണാൻ അതിലും ഭീകരനാണ്. ഇവർ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ കൊക്ക് വാതിലടയ്ക്കുകയും രാത്രി തങ്ങിയിട്ട് പോകാമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. താറാവുകൾ കിടന്നുറങ്ങാൻ പോകുന്നിടത്ത് ഇവരെ പോലെ മുൻപ് വന്ന ഒരു താറാവ് മരിച്ചു കിടക്കുന്നത് അവർ കാണുന്നു. മഴ മാറിയത് കൊണ്ട് മാക്ക് കുടുംബത്തെയും കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രാത്രിയിൽ പുറത്തു പോകരുതെന്ന് പറഞ്ഞ് കൊക്ക് അവരെ തടയാൻ ശ്രമിക്കുന്നു. ഈ സമയം അവിടേക്ക് വന്ന ഒരു വലിയ മത്സ്യം 2 താറാവ് കുട്ടികളെയും കഴിക്കാൻ ശ്രമിക്കുന്നു.
ആ സമയത്ത് ഭീകരനായ കൊക്കാണ് മത്സ്യത്തെ നേരിട്ട് കുട്ടികളെ രക്ഷിക്കുന്നത്. കൊക്ക് അവരെ ഭക്ഷിക്കാൻ ശ്രമിച്ചതല്ലെന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനാണ് താമസിപ്പിച്ചതെന്നും അവർക്ക് മനസ്സിലാകുന്നു. നേരം വെളുത്തതിനു ശേഷം അവർ യാത്ര തിരിക്കുന്നു. കൊക്ക് ക്വിന്നിനോട് പറയുന്നു, നീ വളരെ ക്യൂട്ടാണ്, വളരെ സ്വാദുള്ളതുമാണ്, ഒരു ദിവസം ഞാൻ നിന്നെ കഴിക്കും എന്ന് തമാശയായി പറയുന്നു. ടാക്സിന്റെ ആവശ്യപ്രകാരം അവർ മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്നു. ആ കാഴ്ച വളരെ മനോഹരമാണ്. മേഘങ്ങൾക്കിടയിലൂടെ പറന്നു പോകുമ്പോൾ എവിടെയാണ് പോകുന്നതെന്നറിയാതെ അവരൊരു സിറ്റിക്കുള്ളിൽ എത്തിച്ചേരുന്നു. അവരിപ്പോൾ നഗരത്തിന്റെ മധ്യത്തിലാണ്. ഡാൻമാമ ഒരു ക്രെയിനിൽ കുടുങ്ങി അവിടെ ഉറങ്ങിപ്പോകുകയും താഴെ വീണ ഒരു തുണിയിൽ കുടുങ്ങി ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നറിയാതെ പറന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഡാൻമാമ ഒരു പാർക്കിൽ വന്ന് വീഴുന്നു. അവിടെ ഒരു സാൻഡ്വിച്ച് കണ്ടപ്പോൾ അത് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കൂട്ടം പ്രാവുകൾ വന്ന് വഴക്കിടുന്നു. മാമയെ പിന്തുടർന്നു വന്ന ഈ കുടുംബം പ്രാവുകളുമായി വഴക്കിടുമ്പോൾ മാക്ക് അവരെ ചവറ്റുകുട്ടയിലെ പ്രാണികൾ എന്ന് വിളിക്കുന്നു. പ്രാവുകളുടെ നേതാവ് ദേഷ്യപ്പെട്ട്, നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. മനുഷ്യർ നിങ്ങൾക്കാണ് ഭക്ഷണം തരുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഭിക്ഷക്കാരെ പോലെ അലയുന്നത് എന്ന് പറയുകയാണ്. ഇതിനിടയിൽ പാം ഇടപെട്ട് സമാധാനിപ്പിക്കുകയും സാൻഡ്വിച്ച് പകുതിയായി പങ്കിടാമെന്ന് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ജമൈക്കയിലേക്ക് പോകണം, വഴിയറിയാമോ എന്ന് പാം അവരുടെ നേതാവിനോട് ചോദിക്കുന്നു. എനിക്ക് വഴിയറിയില്ല, പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി അറിയുന്ന ഡെൽറോയ് എന്നൊരാളെ എനിക്കറിയാം, നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. പ്രാവുകളുടെ നേതാവ് അവരെ ചിക്കാപ്പി എന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മൾ കാണാൻ പോകുന്ന ഡെൽറോയുടെ ഉടമ ഒരു പാചകക്കാരനാണ്. നമ്മളെങ്ങാൻ അവന്റെ കണ്ണിൽ പെട്ടാൽ അവൻ നമ്മളെ പാചകം ചെയ്ത് കഴിക്കും. അവിടെ ജമൈക്കൻ നാട്ടുകാരനായ ഒരു മക്കാവോ പക്ഷിയെ കാണിക്കുന്നു. ഇതാണ് ഡെൽറോയ്. ജമൈക്കയിൽ സ്വതന്ത്രനായി ചുറ്റി നടന്നിരുന്ന ഇയാളെയാണ് പാചകക്കാരൻ പിടിച്ച് ഇവിടെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത്. ജമൈക്കയിലേക്ക് എങ്ങനെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഡെൽറോയ് അവന്റെ നാടിനെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് കരയുന്നു. ഡെൽറോയ് കരയുന്നത് കണ്ട ടാക്സ് ഇയാളെയും തങ്ങളോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറയുന്നു. കൂട്ടിലെ താക്കോൽ പാചകക്കാരന്റെ കയ്യിലാണ്. അവൻ നിങ്ങളെ കണ്ടാൽ ഓറഞ്ച് താറാവിൻ വിഭവമുണ്ടാക്കി കളയും എന്ന് ഡെൽറോയ് ഭയപ്പെടുത്തുന്നു. താൻ ധൈര്യശാലിയാണെന്ന് തെളിയിക്കാൻ മാക്ക് തന്നെയാണ് താക്കോൽ എടുക്കാൻ പോകുന്നത്. മാക്ക് റെസ്റ്റോറന്റിന്റെ അടുക്കളയിൽ എത്തുന്നു. ഡെൽറോയെ പിടിച്ചുകൊണ്ടുവന്ന മുഖ്യ ഷെഫ് അവിടെയുണ്ട്. അവൻ വളരെ ക്രൂരനാണെന്നും അവന്റെ കോട്ടിലാണ് താക്കോൽ ഉള്ളതെന്നും പറയുന്നു. മാക്ക് താക്കോൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഡാൻമാമയും എത്തുന്നു. ഷെഫ് ഇവരെ രണ്ടുപേരെയും കാണുകയും പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അടുക്കളയിലാകെ ബഹളമാകുകയും ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തു വരുമ്പോൾ റെസ്റ്റോറന്റിൽ എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ്. ഇവർ ആൾക്കൂട്ടത്തിനിടയിൽ അകപ്പെടുന്നു. മാക്ക് കൂട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഡാൻമാമയുടെ അടിയേറ്റ് അറിയാതെ മാക്ക് താക്കോൽ വിഴുങ്ങുകയാണ്. ഷെഫ് റൂമിനടുത്തേക്ക് എത്തുന്നതിന് മുൻപ് എല്ലാവരും ചേർന്ന് താക്കോൽ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ മാക്ക് താക്കോൽ തുപ്പുകയും ഡെൽറോയ് അത് പിടിച്ച് കൂട്ടിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഡെൽറോയ് സ്വാതന്ത്ര്യം അനുഭവിച്ച് ഈ കുടുംബത്തിന് നന്ദി പറയുകയും മാക്കിനെ ധൈര്യശാലിയാണെന്ന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നെ രക്ഷിച്ചു, ഞാൻ നിങ്ങളെ ജമൈക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് ഡെൽറോയ് പറയുന്നു. ഡെൽറോയ് എല്ലാവരെയും കൂട്ടി ജമൈക്കയിലേക്ക് പറക്കുന്നു. പാം ചോദിക്കുന്നു, ജമൈക്കയിലെ വെള്ളം ശരിക്കും തിളങ്ങുമോ? ഡെൽറോയ്, നിങ്ങൾ വിചാരിക്കുന്നതിലും മനോഹരമായിരിക്കും. ക്വൻ പറക്കുന്നതിനിടയിൽ കാഷ്ടിക്കാൻ ബുദ്ധിമുട്ടുന്നു. താഴെ നിന്ന് ആരും കാണുന്നില്ലെന്ന് അമ്മ പറഞ്ഞിട്ടും അവൾക്ക് നാണമാവുകയാണ്. വേറെ വഴിയില്ലാത്തതിനാൽ അവർ ഒരിടത്ത് താഴെ ഇറങ്ങുന്നു. അവിടെ ഒരു പക്ഷിയുടെ ചിത്രമുള്ള ഒരു തുരങ്കം പോലുള്ള വഴിയും അവർ കാണുന്നു. ഡെൽറോയ് മാക്കിനെ ധൈര്യശാലിയാണെന്ന് വിശേഷിപ്പിച്ചത് കൊണ്ട് അത് നിലനിർത്താൻ മാക്ക് പേടിയില്ലാതെ തുരങ്കത്തിലേക്ക് പോകുന്നു. തുരങ്കത്തിലൂടെ അവർ മറുഭാഗത്തെത്തുന്നു. അവിടെ ഒരു കൂട്ടം താറാവുകൾ മനോഹരമായി യോഗ ചെയ്യുന്നു. താറാവ് കൂട്ടത്തിന്റെ നേതാവായ കു അവരെ സ്വീകരിക്കുകയും ഈ സ്ഥലം വളരെ നല്ലതാണെന്ന് പറയുകയും ചെയ്യുന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരു മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഈ സ്ഥലം നോക്കി നടത്തുന്നത്. ഇത് താറാവുകൾക്ക് ഒരു സ്വർഗം പോലെയാണ്. ഈ മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ കുറച്ചുനേരം ഇവിടെ താമസിക്കാമോ എന്ന് കുട്ടികൾ ചോദിക്കുന്നു. ശരി, കുറച്ചുനേരം താമസിച്ചിട്ട് പോകാം എന്ന് അച്ഛനും സമ്മതിക്കുന്നു. പെട്ടെന്ന് ആ ഫാമിലേക്ക് ഒരു വണ്ടി വരുന്നു. അതിൽ നിന്ന് നേരത്തെ അവർ കണ്ട അതേ ഷെഫ് ഇറങ്ങുന്നു. ഷെഫ് വന്നത് കണ്ടതോടെ ടാക്സിന് എല്ലാ സത്യങ്ങളും മനസ്സിലാകുന്നു. ഈ താറാവ് കൂട്ടത്തിന്റെ നേതാവായ കു ഇവരെല്ലാം വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് കരുതി സന്തോഷത്തിലായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും താറാവുകളെ വളർത്തുന്നത് ഷെഫിന് വിൽക്കാൻ വേണ്ടിയാണെന്ന് മാക്കിന് മനസ്സിലാകുന്നു. ടാക്സ് മറ്റു താറാവുകളോട് അപകടത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഷെഫിന്റെ കയ്യിൽ അകപ്പെടുകയും ചിറകുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. മകനെ രക്ഷിക്കാൻ മാക്ക് ഷെഫിനോട് ഏറ്റുമുട്ടുന്നു. അതേസമയം എല്ലാ താറാവുകളും ചിതറിപ്പോകുന്നു. എല്ലാവരും രക്ഷപ്പെടുന്നു. എല്ലാവരും ക്ഷീണിതരായി ഒരിടത്ത് വിശ്രമിക്കാൻ ഇറങ്ങുന്നു. ടാക്സിന് പരിക്കേറ്റത് കൊണ്ട് മാക്ക് ദേഷ്യപ്പെടുന്നു. നീ സ്വന്തമായി ഒന്നും ചെയ്യണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഇത് കേട്ട് ടാക്സ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. രാത്രിയിൽ ഷെഫ് തന്റെ ഹെലികോപ്റ്റർ എടുത്ത് താറാവ് കൂട്ടം എവിടെയാണെന്ന് നഗരം മുഴുവൻ തിരയുന്നു. മാക്ക് ടാക്സിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഷെഫ് അവർ ഇരിക്കുന്ന സ്ഥലത്തെത്തുകയും അവരെ കാണുകയും ചെയ്യുന്നു. മാക്ക് കുട്ടികളെ മാത്രം ഒളിക്കാൻ പറയുന്നു. ഇവരെ രണ്ടുപേരെയും കൂടാതെ മറ്റു താറാവ് കൂട്ടം മുഴുവൻ ഷെഫ് പിടിച്ചുകൊണ്ടു പോകുന്നു. മാക്ക് പറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ചിറകുകൾ കീറിയത് കൊണ്ട് അവന് പറക്കാൻ കഴിയുന്നില്ല.
ഹെലികോപ്റ്ററിനുള്ളിൽ ഷെഫ് താറാവ് കൂട്ടത്തെ ഒരു കൂട്ടിൽ അടച്ചു വെക്കുന്നു. മാക്കിനെയും പാമിനെയും മാത്രം വേറെ കൂട്ടിൽ അടയ്ക്കുന്നു. ടാക്സ് പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിലത്ത് കിടന്ന ഡെൽറോയയുടെ ഒരു തൂവൽ കാണുന്നു. അവൻ ഒരു ബുദ്ധി മനസ്സിൽ ഉദിക്കുകയാണ്. പാം വിഷമിക്കുന്നത് കാണുന്ന മാക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമില്ലാതിരുന്നപ്പോൾ പോലും നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. നീ വളരെ ധൈര്യശാലിയാണ്. തീർച്ചയായും നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഒരു അപകടം വരുമ്പോൾ അതിനെ ഭയന്ന് ഓടരുത്. ധൈര്യത്തോടെ നേരിട്ട് പോരാടണമെന്ന് മാക്ക് പറയുന്നു. ടാൻ മാമയും ഡെൽറോയും ചേർന്ന് മാക്കിനെയും പാമിനെയും നടക്കാൻ പരിശീലിപ്പിക്കുന്നു. അവർ രണ്ടുപേരും ഒന്നിച്ചു നടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിക്കപ്പെടുന്നു. ബഹളത്തിൽ അവിചാരിതമായി ഹെലികോപ്റ്ററിന്റെ വാതിൽ തുറക്കുകയും ഇവർ ഷെഫിനെ തള്ളിയിട്ട് താഴേക്ക് ചാടുകയും ചെയ്യുന്നു. അപ്പോൾ ടാക്സ് താഴെ വീണ ഡെൽറോയുടെയും മറ്റ് താറാവുകളുടെയും തൂവലുകൾ ഒന്നിച്ചു ചേർത്ത് തന്റെ ചെറുകുപോലെ കെട്ടി മനോഹരമായി പറന്നു വരുന്നതാണ് കാണുന്നത്. കുട്ടികൾ രണ്ടുപേരും ഒന്നിച്ച് അച്ഛനെയും അമ്മയെയും രക്ഷിക്കുന്നു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഡെൽറോയും മറ്റ് താറാവുകളും ഒന്നിച്ചു ചേർന്ന് ഗേറ്റ് തകർത്ത് രക്ഷപ്പെടുന്നു. അങ്ങനെ ഡെൽറോയ് എല്ലാ താറാവ് കൂട്ടത്തെയും കൂട്ടി ജമൈക്കയിലേക്ക് പറക്കുന്നു. നമ്മൾ അടുത്തെത്തി, പക്ഷേ ഞാൻ വഴി മറന്നുപോയി എന്നും പറയുകയാണ്. അപ്പോൾ കിമ്മിന്റെ കുടുംബം പറഞ്ഞതുപോലെ കടൽ വെള്ളം തിളങ്ങാൻ തുടങ്ങുന്നു. ഇരുട്ടായിരുന്നത് കൊണ്ടാണ് ഡെൽറോയ്ക്ക് ആശയക്കുഴപ്പമുണ്ടായത്. അദ്ദേഹം എല്ലാവരെയും ശരിയായ സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. നേരം എടുത്തതിനു ശേഷം അവർക്ക് മനസ്സിലാകുന്നു അവരിപ്പോൾ ജമൈക്കയിലാണ് എത്തിയിരിക്കുന്നത്. ഡെൽറോയ് വീണ്ടും തന്റെ കുടുംബവുമായി ചേരുകയാണ്. കിമ്മിന്റെ കുടുംബവും ഇതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. അടുത്ത കാലാവസ്ഥ മാറ്റം കാണിക്കുന്നു. ഈ തവണ ദേശാടനത്തിന് പുറപ്പെടുമ്പോൾ കെന്നൊരു മുതലയെ പിടിച്ച് ഇതിനെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്നു. നമ്മളെപ്പോലെ മറ്റൊരു കൂട്ടം പക്ഷികളും വഴിതെറ്റി പോയിരിക്കുന്നു. നമ്മൾ അവരെ സഹായിക്കണം. അതൊരു പെൻഗ്വിൻ കൂട്ടമാണ് എന്ന് മാക്ക് പറയുന്നു. അങ്ങനെ അവരെ സുരക്ഷിതമായി അവരുടെ വീട്ടിൽ എത്തിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് യാത്ര തിരിക്കുന്നു. ഈ സീൻ കാണിച്ചുകൊണ്ട് മൈഗ്രേഷൻ എന്ന മൂവി അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള മൂവീസ് കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.